തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പരാജയം എവിടെയാണ് വീഴ്ച പറ്റിയത്? ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ, പരിഹാരങ്ങൾ കണ്ടെത്താൻ, തെറ്റുതിരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം CPIM-ന്റെ തിരുവനന്തപുരത്ത് നടന്നു. 2 ദിവസം സംസ്ഥാന കമ്മിറ്റി യോഗവും നടന്നു. അതിനുശേഷമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് ഇടയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയരും, ചോദ്യങ്ങൾ വരികയും ചെയ്തു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള നിലപാടിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഏറെയും ഉണ്ടായത്. എല്ലാ ചോദ്യത്തിനും MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകി. ചോദ്യവും ഉത്തരവും കേൾക്കാം. പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാരണം വർഗീയ ശക്തികൾ പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ തരത്തിലുള്ള വീഴ്ചയിൽ പറഞ്ഞു. അപ്പോൾ CPM തദ്ദേശ പാഠം ഉൾക്കൊണ്ട് പൊതുവായി CPM തിരുത്തേണ്ടതായിട്ട് തോന്നുന്നു. ഇതല്ലല്ലേ തിരുത്തുന്നത്? ഞാൻ പറഞ്ഞതൊക്കെയാ തിരുത്തേണ്ടത്, ഒക്കെ തിരുത്തും. CPM പ്രാദേശിക മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഏതെല്ലാം മേഖലയിൽ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമാണ്. അത് വേറെ ക്ലാസ് തന്നെ സംഘടിപ്പിക്കാം. അത് ഏത് തരത്തിലും സംഘടന ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. ഏതെങ്കിലും ഒന്നിന് മാത്രം മുഴുവൻ വീഴ്ച, മറ്റൊന്നിന് ഒരു വീഴ്ചയില്ലാതിരിക്കുക എന്നുള്ള നില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീഴ്ച ഉണ്ടാവുമ്പോൾ എല്ലാ തലങ്ങളിലും പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ടേക്ക് പോകുമെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നേരത്തെ അവരാ കള്ളപ്രചാര വേല നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടൽ എവിടുത്തെ അടുത്ത വർഷം മണി കിട്ടാനാണ്. വലിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതിനകത്തുണ്ടത്. അതൊക്കെ നേരത്തെ ഞാൻ വിശദീകരിക്കുകയാണ്. ഇനി ഓരോന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പറഞ്ഞ എന്താണ് ആക്കി ഉപയോഗിച്ചിട്ടുണ്ട്, അത്ര ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല അർത്ഥം. തുറന്നിട്ട് തന്നെയാ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ. ഇനി കൂട്ടി വെച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിയായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രചരണം പല മേഖലയിലും അവർ ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എന്നാൽ അത് വിട്ടേ, ഞാൻ അതിന്റെ മേഖല കളിച്ച് ചേരില്ല. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാട്, വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയതയാണ്, അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് വർഗീയത എന്ന് പറയാം. പാർട്ടി പോകുന്ന ഘട്ടത്തിന് മുമ്പ് മാഷ് പറഞ്ഞ ഇതേ ഉത്തരങ്ങൾ തന്നെയായിരുന്നു. 3 ദിവസത്തെ പാർട്ടി കമ്മിറ്റി കഴിഞ്ഞു, ഇപ്പൊ വിലയിരുത്തലുണ്ടായി. അതിനകത്ത് എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ ഇല്ലയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉരുണ്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇമാതിരിയുള്ള കുറെ പദപ്രയോഗങ്ങളുണ്ട്. ഞങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ഉരുളലാണ്. വി ഡി സതീശൻ മറ്റേ RS എന്ന് പേര് പറയാതിരുന്നാൽ അത് വി ഡി സതീശൻ്റെ ഒരു മെറിറ്റാണ്. ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു വർഗീയ വിരുദ്ധ നിലപാടിന്റെ സ്ഥാനത്ത് വരുന്ന വർഗീയപരമായ പ്രചരണം. നിങ്ങളുടെ പ്രചരണം നിങ്ങളുടെ പ്രചരണമാണ്. നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്, പാർട്ടിക്കും വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ അല്ല, അതിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിനെന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കൂടി വിശദീകരിച്ചുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള മുന്നേറ്റമല്ലേ ഉണ്ടായത്? ചെറിയ മുന്നേറ്റമൊന്നുമല്ല. ഞങ്ങൾ എത്രയോ താഴത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 10-17 ലക്ഷം വോട്ടിന്റെ മുന്നിലേക്ക് കുതിച്ചത്. വെറുതെ വന്നതല്ല അത്. അതാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായ ഒരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല, അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം.
നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. ആര് എന്തെല്ലാം പറഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ 4 പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ്. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിവോടെ ആവശ്യമായ സംഘടനാ നിലപാട് CPIM സ്വീകരിക്കും. അതിലാണ് വ്യക്തതയോടുകൂടി ഞാനിപ്പം പറയുന്നത്. അതിൻ്റെ ഹെഡിങ്ങല്ല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല. ഞങ്ങൾ അഴിവെടുത്തില്ലല്ലോ. നിങ്ങളെ പ്രചരണമല്ലേ ഇത്? അത് നിങ്ങളെ പ്രചരണമല്ലേ. ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടില്ലല്ലോ. അതാ കാര്യം. അത്രയേ ഉള്ളൂ. പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ ഇത്രയോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഇത്രയും കാലം? പറഞ്ഞിട്ട് ഞങ്ങളെന്താ അതിന് വേറെ ഒന്നും പറഞ്ഞോ? ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പറഞ്ഞ നിലപാടിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ അന്നും നിന്നും ഇന്നും നിന്നും നാളെ അതിനേക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താ പറഞ്ഞാൽ ഓരോരോ സന്ദർഭം നിങ്ങൾക്ക് ഓരോരോ വാർത്തയാണ്. അതിന് വഴങ്ങി മാധ്യമങ്ങളുടെ വഴിയിലൂടെ പോയി നിലപാടും നടപടിയും സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM ഒന്നും നിങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ധാരണ വേണ്ട. ആ ധാരണ മാറ്റിയാൽ മതി. നടപടി ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാ നടപടി എപ്പോൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. ജനങ്ങളെ കുറ്റമൊന്നും ഉണ്ടായില്ല. ജനങ്ങളെ കുറ്റം ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് അവരെ പറയുന്നത് എന്തിനാ? നിങ്ങളല്ലേ ആ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഭൂരിഭാഗം സമയം പറഞ്ഞത് കേന്ദ്ര സർക്കാർ സമരങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത്? അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തിരുത്തുന്നതിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അമിത ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാപരമായിട്ട് ദൗർബല്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓരോ തലത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെന്തോ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടാണ് അസ്രാവാതിരുന്നത്. ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. അല്ല, അത് എത്രത്തോളം എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല. അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. നിങ്ങൾക്ക് എഴുതിക്കോ. നിങ്ങൾ എഴുതുന്നത് എഴുതിക്കോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്താണ് കുറച്ച് നിൽക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരായിട്ട് പ്രചാരവേലകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടമുണ്ടാക്കാൻ അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിന്റെ അർത്ഥം തന്നെയല്ലേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രതിരോധിച്ചാൽ പിന്നെ ഇപ്പൊ ഇതല്ലല്ലോ സംഭവം ഉണ്ടാകുക. അതല്ലേ ഞങ്ങൾ വീക്കൻസ് ആയി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പ്രതിരോധം മുഴുവൻ നടത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? ആ സംശയത്തോട് തീർക്കാം. കൊള്ളയുണ്ടായതാണ്, കൊള്ള നടത്തിയതാണ്. ആര്? മറ്റൊന്ന്, ഏപ്രിൽ 3-നെതിരെയും അതോടൊപ്പം തന്നെ വാസുവിനെതിരെയും ഉള്ള ഒരു നടപടി പാർട്ടി എടുത്തിരുന്നെങ്കിൽ അവർ കുറ്റക്കാരെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്താൽ പോയി. ആരെ?
അത് നിങ്ങൾ കാത്തിരുന്നോന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനകത്ത് ഇത്ര അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പോകല്ലേ. റിപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം മനസ്സിലായാൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രേ ഉള്ളൂ. LDF-ഓ CPM-ഓ പരാജയപ്പെടുന്നതല്ല. നേരത്തെ മാഷ് പറഞ്ഞ വർഗീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് ആ. കേരളം മാറുന്നു. അത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. ബാധിക്കുന്ന പ്രശ്നം. അതിന് പ്രതിപക്ഷത്തിനും BJP-ക്കും ഒക്കെ വടി കൊടുക്കുകയല്ലേ CPM ചെയ്തത്. എന്ത് വഴി കൊടുക്കുന്നത്? നിങ്ങളെ ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്ത് വടി കൊടുത്തു എന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പാർട്ടി അന്നേ പറഞ്ഞു. SIT അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അതിനെ നിങ്ങൾ വക്രീകരിച്ച് വർഗീയമായ ചുവയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്ന ആശയ ശൃംഖലയായിരുന്നു നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നടപടിയെടുക്കാത്തതുകൊണ്ടല്ലേ പ്രചാരണം ആ നടപടി എടുത്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നടത്തും. അതിന് നിങ്ങളെ പറ്റി മനസ്സിലായിട്ടില്ല നമുക്ക്. അതാ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് നടപടി എടുത്തതിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കും. നടപടി എടുത്തില്ലെങ്കിൽ നടപടി എടുക്കാതിനെ പറ്റി വിശദീകരിക്കും. രണ്ടും നടത്തും വിശദീകരണം നടത്തുന്ന മാർക്ക് അറിയാതെ അത് സ്ഥിരം നിങ്ങളുടെ ഏർപ്പാടല്ലേ. ഭരണം മികച്ചതായിരുന്നു. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഇത് മെച്ചപ്പെട്ട ഭരണമായിരുന്നു എന്നാണ് പുതിയ അഭിപ്രായം. ഇനിയുള്ള മാസവും അത് തന്നെയാണ്. മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കും. പ്രവർത്തകർക്ക് അലസത ഉണ്ടായെന്ന് പറയുന്നു. ഈ ക്ഷേമ പദ്ധതികളൊക്കെ അവസാന നിമിഷം പ്രഖ്യാപിച്ചത് ഒരു അലസതയ്ക്ക് കാരണം. അലസതല്ല, അവരും വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നുള്ള പൊതു മാനസികാവസ്ഥയാണ് സൃഷ്ടിച്ചത്. അതാ കാര്യം. മേൽത്തൊട്ടില് ഞാനിത് മേൽത്തൊട്ട് താത്തിക്കാട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടാക്കിയത് അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽത്തട്ട് വാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴ്ത്തട്ട് വാക്കാം. അത് രണ്ടും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതല്ലാണ്ട് ഞാനെന്ത് പറഞ്ഞു ഇതിനകത്ത്? ഞാൻ പൊതുവേ പറഞ്ഞു. ഞാനത് പൊതുവായിട്ട് തന്നെ പറഞ്ഞാണ്. ഏത് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അതിന് അപ്രതീക്ഷിതം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ മലയാളം മനസ്സിലാകുന്നില്ലേ? അപ്രതീക്ഷിതമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാ. പക്ഷേ ഈ വീടുകൾ കയറാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ആ. അതെന്ത് പറയാം? സംഘടനാപരമായി വിളിച്ചേക്ക് വീട് കയറുന്ന കാര്യം അല്ലല്ല, അവരോട് തന്നെ ചോദിക്കും. ജനങ്ങളോട് തന്നെ ചോദിക്കും. എല്ലാ കാര്യവും സംവേദിക്കും. എന്തൊക്കെയാണോ അതൊക്കെ പോരെ. ഇനി ചോദ്യം നിങ്ങൾക്ക് എഴുതി തരണം. ഞങ്ങൾ പോയാൽ ഇന്ന വീട്ടിൽ നിന്ന് ഇന്നതാ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്കല്ലേ എന്തിന്റെ രീതിയാ? ഞങ്ങളെല്ലാ വീട്ടിലും കയറി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരുടെയും വീടുകളിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്തും എന്നതൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണ്ട. ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ നിലപാടിന് പകരം പൈങ്കിളിയായിട്ട് മാറ്റാൻ നോക്കണ്ട. നിങ്ങളെല്ലാം പൊതുവായിട്ട് രീതി അങ്ങനെയാണ്. ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. ശബരിമലയിൽ ഞങ്ങൾ കട്ടിട്ടില്ല എന്ന് പറയാനാണ് വീട് കയറുന്നത്. അല്ല, ഞങ്ങൾ കട്ടില്ലാന്ന് ഞങ്ങൾക്ക് മുഴുവൻ അറിയാം. ഒരു നയാ പൈസ CPIM ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ഒന്നിൻ്റെയും കക്കില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനോ പോകേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. അത് നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ മനസ്സിലാവാതില്ലൂ. ബാക്കി കേരളത്തിൽ മുഴുവൻ അറിയാം. കേട്ടാ? അതുകൊണ്ട് അമ്മാതിരി വർത്താനൊന്നും പറയണ്ട. ഒന്നുകൂടി പറയട്ടെ. ഇല്ല, വിലയിരുത്തലില്ല. കർണാടകത്തിലെ ബുൾഡോസർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വിഷയം സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി ആദ്യത്തെ ദിവസം ഞാനാണ് അതിൻ്റെ പത്രസമ്മേളനത്തിൽ ആ കാര്യം പറഞ്ഞത്. ഉത്തരേന്ത്യ പോലെ കർണാടകത്തിലും കോൺഗ്രസ് ഭരണത്തിൽ, അത് മറ്റ് ഉത്തരേന്ത്യയിലും പറയുമ്പോൾ പലപ്പോഴും സാധാരണ നമ്മൾ പറയുന്നത് BJP ഭരണമാണ്, UP ഉൾപ്പെടെ. ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള രാവിലെ 4 മണിക്ക് പുലരുന്നതിന് മുമ്പ് 4 മണിക്ക് 100 കണക്കിന് കുടുംബങ്ങളാണ്, പ്രധാനമായിട്ടും മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെട്ടതാണ് ആ വിഭാഗം. അവരെ മുഴുവൻ കുടിയിറക്കുന്ന ബുൾഡോസ് ഉപയോഗിച്ച് വീടുകൾ അടിച്ച് തകർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ MP-മാർ റഹീം ഉൾപ്പെടെ MLA-മാർ അവരെല്ലാം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരെല്ലാം ആ കാര്യം കേരളത്തിൻ്റെ പൊതു മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പ്രതിഷേധാർഹമായ ഒരു ബുൾഡോസർ രാജിൻ്റെ കർണാടക പതിപ്പാണ് ബാംഗ്ലൂരിനടുത്ത് നമ്മളെടുത്ത് കണ്ടത് എന്ന കാര്യവും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുക. കർണാടകയിലെ പാർട്ടി ഘടകം പറഞ്ഞിരിക്കുന്നത് അതിൽ അങ്ങനെ പുറത്തുള്ള സംസ്ഥാന ഘടകങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നതാണ്. അതെ, അവർക്ക് അങ്ങനെ പറയാം. ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയുന്നതിൽ എന്താ കാര്യമില്ല. നമ്മൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ അവലോകനം ചെയ്യുകയും പരിശോധിക്കുകയും പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്.
അതുകൊണ്ട് അത് യു പി ആയതുകൊണ്ട് യു പി മാത്രം പറഞ്ഞാൽ മതി, കർണാടകത്തിലാകുമ്പോൾ കർണാടക മാത്രം പറഞ്ഞാൽ മതി, കേരളത്തിലായതുകൊണ്ട് കേരളം മാത്രമേ പറയേണ്ടുള്ളൂ. ഇതല്ലേ എന്തിന്റെ രീതിയാണ്? പക്ഷെ അല്പസമയം മുമ്പ് DK ശിവകുമാർ പറഞ്ഞത് ഉം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കർണാടക വിഷയം ഉന്നയിച്ച് ന്യൂനപക്ഷ സ്നേഹം കാണിക്കുകയാണ്. ഉം. പറഞ്ഞ് അതിരൂക്ഷമായ ഒരു വിമർശനം അത് അതിലൊരു വിമർശനമില്ല, അത് ന്യായമായ കാര്യമാണ്. എന്താ വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാതരം വർഗീയ നിലപാടുകൾക്കും ശക്തിയായി എതിർ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ തന്നെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ക്രൂരമായ കടന്നാക്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആശയതലം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താ വേറെ പ്രശ്നം? CPM പറഞ്ഞു, കർണാടക CPM പറഞ്ഞത് കേരള CPM വിഷയത്തിൽ അവരുടെ കാര്യമില്ല. കർണാടക പാർട്ടി അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെ പരിശോധിക്കാൻ? അല്ല, എല്ലാ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും BJP അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ട് മാറ്റം സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെ അത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല, പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധിച്ചതിന് ഞാൻ പറഞ്ഞു കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് ഇവിടെ മാത്രമല്ല. ശരി, രണ്ട് പഞ്ചായത്തൊന്നുമില്ല, നിരവധി പഞ്ചായത്തുണ്ട്. ഞാൻ അത് രണ്ടാം പറഞ്ഞു മാത്രമേ.